പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മൾ ഈശോയുടെ മനുഷ്യാവതാര തിരുനാളിന് വേണ്ടി ഒരുങ്ങിയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ത്രിത്വൈക ദൈവ സാന്നിധ്യം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാതാവിന് ദൈവം കൊടുത്ത മംഗളവാർത്ത സമയത്താണ്. ഇവിടെ ദൈവത്തിൻ്റെ ആളായിട്ട് ഗബ്രിയദൂതൻ വരുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഈശോ ഉള്ളിൽ ഉരുവാകുന്നു. ത്രിത്വൈക ദൈവ സാന്നിധ്യം. നമ്മൾ ഈ കുർബാന ആരംഭിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആണ്. നമ്മളെ അനുഗ്രഹിക്കുന്നത് ത്രിത്വൈക ദൈവമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനെക്കുറിച്ച് അവെയറല്ല. നമ്മൾ ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ അവെയറല്ല. ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യമാണ്. ഈ ത്രിത്വൈക ദൈവമാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത്. അപ്പം ഈ ത്രിത്വൈക ദൈവമാണ് നമ്മളെയും അനുഗ്രഹിക്കുന്നത്. നമ്മളെ ഈ ദേവാലയത്തിൽ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം, ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ വന്ന് നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യപ്രഭവമേ,
അങ്ങയുടെ മാലാഖയുടെ സന്ദേശത്താൽ അങ്ങ് അവർണ്ണനീയമായ വചനം അമലോത്ഭവ കന്യക സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രഭയാൽ നിറഞ്ഞ ദൈവികതയുടെ ഭവനമായി മാറുകയും ചെയ്തുവല്ലോ. അങ്ങനെ അവളുടെ മാതൃകയാൽ അങ്ങ് തിരുവുള്ളത്തോട് എളിമയോടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്കടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിൻ്റെ നന്ദി. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യരാജ്യത്തിന്റെ കവാടം തുറക്കുന്ന ദാവീദിന്റെ താക്കോലാകുന്ന കർത്താവേ, ഇരുളിലായിരിക്കുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വരിക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും.
അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നതില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃതിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കുമ്പസാരിക്കുമ്പോൾ കുറേ പേരെങ്കിലും അവർ പറയുന്നൊരു കാര്യമാണ്, ആദ്യം എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് പറയും. ഉടനെ പറയും, കഴിഞ്ഞ തവണ നിന്ന് പ്രായശ്ചിത്തം നിറവേറ്റി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറേ നാളുകളും കഴിഞ്ഞിട്ടുണ്ടാവും കുമ്പസാരം, ചിലപ്പോൾ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഒരു പ്രാർത്ഥനയായിരിക്കുമല്ലോ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ രീതിയിൽ തരുന്നത്. അപ്പോൾ അത് ചൊല്ലിയത് വലിയ കാര്യമായിട്ട് അവർ പറയും. അതിൻ്റെ വാലിഡിറ്റിയൊക്കെ കുറേ തീർന്നു പോയിട്ടുണ്ട്. എന്നാലും പറയും, നമ്മൾ ചെയ്ത ഒരു കാര്യം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ ചില ആളുകളും കുമ്പസാരക്കൂട്ടിൽ ഞാൻ പള്ളിയിലെ കമ്മിറ്റി അംഗമാണെന്ന് വരെ പറയും. ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉയർത്തിപ്പിടിക്കാനായിട്ടാണ് ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് പാപമൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അല്ലട്ടോ എന്ന് പറയും. യഥാർത്ഥത്തിൽ കൃപ വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി പാപിയാണെന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ചാൻസ് ഇല്ല. യഥാർത്ഥത്തിൽ പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം പരിഹാരം ചെയ്യുക എന്നതാണ്. നമുക്ക് പരിഹാരം ചെയ്യാൻ ചാൻസ് ഇല്ല. നമുക്ക് പരിഹാരം ചെയ്യാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യുക അസാധ്യമാണ്. പക്ഷേ നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിക്കുക, ഒരു ദൈവമനുഷ്യനായ ഈശോ അതിന് പരിഹാരം ചെയ്യുക, അത് സാധ്യമാണ്. നമുക്ക് പരിഹാരം ചെയ്യാൻ അത് അസാധ്യമാണ്. അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ഈശോയെ നമുക്ക് വേണ്ടി അയച്ചത്. അതുപോലെ തന്നെയാണ് ഒരു ദൈവം മനുഷ്യൻ്റെ ഉദരത്തിൽ പിറക്കുക അസാധ്യമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മറിയത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ വെളിപ്പെടുത്തൽ 7-ാം അധ്യായം 14-ാം വാക്യം, കന്യകയുടെ അടുക്കലേക്ക് കന്യക ഗർഭം ധരിക്കും. കന്യക പുരുഷനറിയാത്തൊരാൾ പ്രസവിക്കുക അസാധ്യമാണ്. കന്യക എങ്ങനെ ഗർഭം ധരിക്കുക? കന്യക പുരുഷനറിയാത്തൊരു സ്ത്രീ എങ്ങനെ പ്രസവിക്കുക? അത് അസാധ്യമാണ് മനുഷ്യ ബുദ്ധിയിൽ. പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. അത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം ഇതാണ് അബ്രഹാത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, നിനക്ക് മക്കളുണ്ടാകും. സാറ ഒന്ന് ധൃതി പിടിച്ചു. അതുകൊണ്ടാണ് ഹാഗാറിനെ അബ്രഹാം പോയി പ്രാപിച്ചത്. അത് ഉൽപ്പത്തി 16-ാം അധ്യായത്തിലാണ്. അതിന് കുറേ ദുരിതങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെ തുടർന്ന്. പക്ഷേ എന്നിട്ടും ദൈവം തൻ്റെ വാക്ക്, നിനക്ക് വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടാകും. ഇത് മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്. അതുകൊണ്ട് അബ്രഹാം ഉൽപ്പത്തി 17-ന്റെ അപ്പോൾ അബ്രഹാം കമഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 സാറ ഇനി പ്രസവിക്കുമോ? അത് മാനുഷിക ബുദ്ധിയിൽ അസാധ്യമായ കാര്യമാണ്. 100 തികഞ്ഞവനും 90 എത്തിയവളും എങ്ങനെ പ്രസവിക്കും? അസാധ്യമായ കാര്യമാണ്. ഉൽപ്പത്തി 18-ന്റെ 14 3 പേര് വരും. 3 ആളുകൾ അബ്രഹാത്തിൻ്റെ കൂടാരത്തെ സമീപിക്കും. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം 3 ആളുകൾ അവർ വന്നിട്ട് അവർ പറയുന്നത്, വസന്തത്തിൽ ഞാൻ തിരികെ വരും, അപ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കും. അപ്പോൾ ഈ സാറ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇത് വല്ലതും നടക്കണ കാര്യം വല്ലതും ആണോ? അപ്പം ഉൽപ്പത്തി 18-ന്റെ 14
കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യന് ഇത് സാധ്യമല്ല, പക്ഷെ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അതിനെ തുടർന്ന് പറയുകയാണ്, നിശ്ചിത സമയത്തെ വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് വരും, നിൻ്റെ അടുക്ക് തിരിച്ചു വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും. അതാണ് ദൈവത്തിന് സാധ്യമാണ്, എല്ലാം ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യം. ഉൽപ്പത്തി 18:14 കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യർക്ക് സാധ്യമല്ല, ദൈവത്തിന് സാധിക്കും. ഇന്നലെ ഇവിടെ തീർത്ഥാടനത്തിന് വന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയി. അവർ വേണ്ട അന്വേഷണങ്ങൾക്കൊക്കെ അതിന് നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. കിട്ടുമോ എന്നറിയില്ല. അത് ഇവിടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ ഓട്ടോറിക്ഷയിൽ കയറിയതാണ്. ഓട്ടോറിക്ഷയിൽ എല്ലാം കൂടി അങ്ങ് തിക്കി വെച്ചു. ഓടുന്നതിനിടയ്ക്ക് താഴെ പോയതാണെന്നാണ് മനസ്സിലാക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ അത് വഴിയിൽ നോക്കാൻ ഇറങ്ങിയത്. ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇത് മനുഷ്യ ബുദ്ധിയിൽ അത് കിട്ടാൻ സാധ്യമല്ല. അപ്പോൾ അവരിന്നലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുത്ത 2 വചനമാണ്. ദൈവത്തിന് സാധിക്കും, കാരണം ജ്ഞാനം 8:1 അതാണ് അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു വചനം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ. അതായത് ദൈവിക ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ദൈവത്തിനറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ മംഗളവാർത്ത പോലും ദൈവിക ക്രമീകരണമാണ്. ദൈവിക ക്രമീകരണം അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു വചനമാണ് സങ്കീർത്തനം 124:7-8. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരനാണത് കിട്ടിയെന്ന് കരുതുക. അയാൾ കോളടിച്ച കണക്ക് അയാൾ ആരോട് പറയാൻ, അയാൾക്ക് പറയാനുള്ള അറിവ് പോലും കാണൂല ചിലപ്പോൾ, ഇല്ലേ? പക്ഷേ കിട്ടിയ ആളുടെ ഉള്ളിൽ ഒരു തോന്നൽ, ഇത് വിലപിടിപ്പുള്ള എന്തൊക്കെ ഉണ്ട്, അവർ വിഷമിക്കുന്നുണ്ടാകും, അവർക്കത് കൊടുക്കണം എന്നൊരു ബോധ്യം ദൈവത്തിന് അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. അത് ദൈവത്തിന് സാധ്യമാണ്. മനസ്സിലായി? ദൈവത്തിനത് ക്രമീകരിക്കാൻ സാധിക്കും. മനുഷ്യർക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ദൈവത്തിനത് ക്രമീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വരിക അസാധ്യമായ കാര്യമാണ്. എങ്ങനെ വരും? പന്നിക്കൂട്ടിൽ നിന്ന് എങ്ങനെ വരും? ആരും വിളിക്കാൻ പോയിട്ടില്ല. പന്നിക്കൂട്ടിൽ നിന്ന് ആരും വീട്ടിൽ പോ എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പം എങ്ങനെ വരും? അപ്പം വീട്ടിൽ കയറ്റുമോ എന്ന ഒരു ചെറിയൊരു പ്രത്യാശയെങ്കിലും വേണ്ടേ? അത്രയും വലിയ തെറ്റല്ലേ ചെയ്തേച്ചും പോന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കയറ്റുമെന്നുള്ള പ്രത്യാശ ഉണ്ടായത് അത് ലൂക്ക 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം അത് പരിശുദ്ധാത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് മറിയത്തോട് ദൈവം പറയുന്ന, മറിയം എന്താണ് ഇങ്ങനെ ചോദിക്കില്ല, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ മറിയത്തോട് പറയുന്നത് ലൂക്ക 1:34 ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു തരും. അതാണ് നമ്മൾ ഈ കുംഭസാരത്തിൽ നിങ്ങൾക്കറിയാവോ, ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട്. ത്രിത്വൈക ദൈവം ഒരുമിച്ച് ചേർന്നിട്ടാണ് പാപമോചനം തരുന്നത്. കാരണം പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 16:8 അപ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നത്. പാപമോചനം തരുന്നത് പിതാവായ ദൈവമാണ്. ഇനി പാപപരിഹാരം ചെയ്തതോ യേശുക്രിസ്തു. പാപപരിഹാരം ചെയ്ത യേശുക്രിസ്തു. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവ്, പാപമോചനം തരുന്നത് പിതാവായ ദൈവം, പാപപരിഹാരം ചെയ്തത് യേശുക്രിസ്തു. അപ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു സംഭവമാണ്, ത്രിത്വൈക ദൈവത്തിൻ്റെ നടപടിയാണ് യഥാർത്ഥത്തിൽ കുമ്പസാരം. അതാണ് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു തരും. ഇപ്പം ജ്ഞാനം 8:1 ഭൂമിയിൽ ഒരറ്റം മുതൽ, ഇത് ദൈവിക ജ്ഞാനം, അത് പരിശുദ്ധാത്മാവാണ്, ദൈവിക ജ്ഞാനം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരും. നടപടി പുസ്തകം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, അത് നടപടി പുസ്തകം 4:8 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 11 12 നടപടി 4:11-12 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയെ തള്ളിപ്പറഞ്ഞവൻ പിന്നെ വിളിച്ചു പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന് ഇങ്ങനൊരു അടിമുടി മാറ്റം വരുത്താൻ മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധിക്കും. ഇനി കുതിരപ്പുറത്തുനിന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയ സാവൂള്
സാവൂളിനെ കുതിരപ്പുറത്തുനിന്ന് വീഴ്ത്തിയത്, തള്ളി താഴെയിട്ടത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്. ആ ഒരു അട്ടി കിട്ടിയപ്പോൾ തന്നെ സാവൂൾ ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി പോയി, ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോയവൻ പിന്നെ ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെ സാധിക്കുന്നു? അത് നടപടി 22:10 ആ ചോദ്യം വരുന്നത്. കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കീഴ്മേൽ മറിഞ്ഞു. ഇതിന് കാരണം നടപടി പുസ്തകം 9:17 അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. മനസ്സിലായോ? പരിശുദ്ധാത്മാവാണ് ക്രമീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും. അതാണ് ഇത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ മംഗളവാർത്ത നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായി ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ വേണം, കല്യാണം നടക്കണം, വീട് പണി പൂർത്തിയാകണം, കടബാധ്യത മാറണം, മദ്യപാനം മാറണം. രാവിലെയും വൈകുന്നേരവും സ്ഥിരം മദ്യപിക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. അപ്പം മദ്യപാനം നിർത്താൻ ഇത്തിരി പാടാ, തനിയെ നിർത്താൻ ചിലപ്പോൾ പാടാ. ദൈവം ക്രമീകരിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവും. മംഗളവാർത്തയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, അതിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഒരു ക്രിസ്മസ് സമ്മാനം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഇടപെടൽ നൽകണമേ. ത്രിത്വൈക ദൈവത്തിൻ്റെ ഇടപെടൽ, അതിന് നമുക്ക് വേണ്ടത് കോഓപ്പറേഷനാണ്. ശരിക്കും സഹകരിക്കുക. മാതാവിനെക്കുറിച്ച് ഈ കഴിഞ്ഞ നവംബർ 4 പരിശുദ്ധ ലയോ പാപ്പ ഒരു തിരുവെഴുത്ത്, ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് എന്ന തിരുസംഘത്തിലൂടെ ഒരു തിരുവെഴുത്ത്, മാതർ പോപ്പുലി ഫീദലീസ്, അതിൻ്റെ പാരഗ്രാഫ് 80 പാരഗ്രാഫുള്ളതിൽ 9ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് മറിയം കോഓപ്പറേറ്ററാണ്. സഹരക്ഷകയല്ല, സഹകരിച്ചവളാണ്. എന്തുകൊണ്ടാണ് മറിയത്തിലൂടെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമായി അനുഭവപ്പെട്ടത്? അത് സഹകരിച്ചത് കൊണ്ടാണ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് ദൈവത്തിന് അത് ക്രമീകരിക്കാൻ സാധിച്ചത്. പന്നിക്കൂട്ടി കിടന്ന അവന് ഒന്നും തിരിച്ചു കിട്ടിയില്ല. അതാണ് ചില സഹകരണം നമുക്ക് ആവശ്യമാണ്. സഹകരണം ആവശ്യമാണ്. മറിയത്തിൻ്റെ സഹകരണമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക്, നീ പറഞ്ഞു, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം. ഇത് നമ്മൾ പറയും, ദൈവം കേട്ടോളണം. അതുപോലെയാണ് പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പറയും, നമ്മൾ പലതും ചെയ്യും, ദുരാചാരം ചെയ്യും, താഴ്ത്തു കൂട്ടും, ഇതൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, പക്ഷെ നീ സഹായിച്ചെന്നോളണം. അത് സഹകരണമല്ല. രക്ഷാകര പദ്ധതിയോടെ ഈ ഉന്നതമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു കത്തോലിക്ക വിശ്വാസി അറിഞ്ഞ് അനുഭവിച്ച് അത് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് ഈ ക്രിസ്മസിന് പോലും അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ദൈവത്തോട് സഹകരിക്കുക, കോഓപ്പറേറ്റർ. അതാണ് മറിയം നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യം. അതാണ് ദൈവത്തോട് സഹകരിച്ച് നിൽക്കുക, നമ്മൾ ദൈവസാന്നിധ്യം മനസ്സിലാക്കുക, അങ്ങനെ നിൽക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്രിസ്മസ് സമ്മാനം ചോദിച്ചുകൊണ്ടിരിക്കാം. ത്രിത്വൈക ഒരു അവയർനെസ് വരട്ടെ. യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോക്കെ ചൊല്ലിക്കൂട്ടി എന്നിട്ട് ചൊല്ലി തീർത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതല്ല ആത്മീയത. Come to the awareness of the presence of God and respond to the presence of God. ദൈവസാന്നിധ്യം മനസ്സിലാക്കുക, എന്നിട്ട് ദൈവസാന്നിധ്യത്തോട് പ്രത്യുത്തരിക്കുക. അതാണ് തള്ളിപ്പറഞ്ഞവൻ ഈശോയുടെ ഒരു നോട്ടം കൊണ്ട് പത്രോസ് അങ്ങനെ വാവിട്ട് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, മനംനൊന്ത് കരഞ്ഞു. അതാണ് പ്രത്യുത്തരിക്കുക. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുക. നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നീ ഒന്ന് സഹകരിച്ച് നിന്നുകൊടുത്താൽ നിന്നെ ഈ ത്രിത്വൈക ദൈവം നീ അസാധ്യമെന്ന് വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഈ ഒരു ഒറ്റ ക്രിസ്മസ് കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. എൻ ഹൃദയ സ്പന്ദനം നിലയ്ക്കും വരെ ദേഹിയൻ ദേഹത്തെ പിരിയും വരെ എന്നുള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു തുളുമ്പി നിൽക്കും. എൻ ഹൃദയ സ്പന്ദനം നിലയ്ക്കും വരെ ദേഹിയൻ ദേഹത്തെ പിരിയും വരെ എന്നുള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു തുളുമ്പി നിൽക്കും.
യേശുവേ ലോകരക്ഷക, യേശുവേ പാപമോചക, യേശുവേ സ്നേഹനായക, യേശുവേ സൗഖ്യദായക, പരമദിവ്യ കുർബാനയിൽ ആഗതനാകുന്ന സ്നേഹനാഥ, ലോകപാപം നീക്കിയിടുവാൻ ബലിയായൊരൻ പ്രാണനാഥ, നിന്നെ അറിയാൻ നിന്നിലലിയാൻ അനുഗ്രഹമേകണേ ആത്മനാഥ, നിന്നെ അറിയാൻ നിന്നിലലിയാൻ അനുഗ്രഹമേകണേ ആത്മനാഥ. യേശുവേ ലോകരക്ഷക, യേശുവേ പാപമോചക, യേശുവേ സ്നേഹനായക, യേശുവേ സൗഖ്യദായക. പരിശുദ്ധമ്മേ, ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളെ, ത്രിത്വൈക ദൈവത്തെ പൊന്നുപോലെ ആരാധിച്ചവളെ, ഞങ്ങളെയും പഠിപ്പിക്കണമേ. ത്രിത്വൈക ദൈവത്തോട് ഒരു ബന്ധത്തിൽ വളരാനും ഒരു അവയർനെസ്സിൽ ജീവിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിടാം ഞാൻ, എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിടാം ഞാൻ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. കാഴ്ചയേകാനിത് ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്ന് യാഗമേക മുന്നില ഏകിടുന്നു എൻ ജീവനേ ജീവനാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ നന്മയ്ക്കുമായി നഗരങ്ങളിൽ കർത്താവേ, അതിവിശിഷ്ടമായ ഈ ബലി അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഈ രഹസ്യത്തിലെ ഭാഗഭാഗിത്വം വഴി ഞങ്ങൾ പ്രത്യാശിക്കേണ്ടവ വിശ്വസിക്കാനും പ്രതീക്ഷിച്ചവ പ്രാപിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും
തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മലയും വിണ്ടരവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് ഭക്തിയോടുകൂടെ മുട്ടുമെന്ന് നിന്നുകൊണ്ട് സാധിക്കുന്ന പോലെ മുട്ടുമെന്ന് നിന്നുകൊണ്ട് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും
അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയവും മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്വർഗീയ ദാനത്താൽ പരിപോഷിപ്പിക്കുന്നവരെ ദിവ്യ പരിപാലനത്താൽ സംരക്ഷിക്കണമേ. അങ്ങനെ അങ്ങേ രഹസ്യങ്ങളിൽ സന്തോഷിക്കുന്നവർ യഥാർത്ഥ സമാധാനത്തിൽ ആനന്ദിക്കുവാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സമ്മാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ദൈവമേ, ക്രിസ്മസിന്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് 20-ാം തീയതി, 5 ദിവസം, 5-ാം ദിവസം ക്രിസ്മസ്. കർത്താവേ,
ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ത്രിത്വൈക ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. 3 ആളുകൾ അബ്രാഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് അവർക്ക് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ഉറപ്പ് നൽകി. വസന്തത്തിൽ ഞാൻ തിരികെ വരും, അപ്പോൾ നിനക്കൊരു മകൻ ഉണ്ടായിരിക്കും. ഉൽപ്പത്തി 18:14 കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മർക്കോസ് 10:27 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിനെല്ലാം സാധിക്കും. കർത്താവെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വളരെയധികം ത്യാഗം ചെയ്ത് യാത്ര ചെയ്ത് വന്ന് പരിശുദ്ധ ബലിയർപ്പിച്ച കരമുയർത്തി യേശുവിന്റെ രക്ഷാനാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാസീദാസന്മാരോട് കരുണ കാണിക്കണമേ. ഈ നാളുകളിൽ ഇവരെ അനുഗ്രഹിക്കണമേ. എത്ര ക്രിസ്മസ് കടന്നുപോയി കർത്താവേ, 2025 ക്രിസ്മസിനെങ്കിലും ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ജോലിയില്ലാത്ത കുടുംബങ്ങളിൽ ജോലി ലഭിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കടബാധ്യത മാറട്ടെ, മദ്യപാനാസക്തി മാറിപ്പോകട്ടെ, കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടട്ടെ, പഠന മേഖല അഭിവൃദ്ധി പ്രാപിക്കട്ടെ, കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. പരിശുദ്ധ കുർബാനയുടെ പ്രസാദപര ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. മരിയൻ അഭിഷേകം കൊണ്ട് പൊതിയണമേ. ഈ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓ കർത്താവേ, ഇവർക്ക് ആവശ്യമുള്ളത് നൽകണമേ. മരിയൻ അഭിഷേകത്തോടുകൂടെ തിരികെ പോകാൻ ഇവർ അനുഗ്രഹിക്കണമേ. ഈ ക്രിസ്മസിന് ഈ ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്ന് പുത്രനെ തന്ന ദൈവപിതാവേ, ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. പുത്രനെ പോലും ഒഴിവാക്കാതെ അവൻ അവർക്ക് വേണ്ടി അവനെ നൽകിയവന് സമസ്തം ദാനമായി നൽകാതിരിക്കുമോ? റോമ 8:32. ഓ കർത്താവേ, ഈ ദാസീദാസന്മാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ നിമിഷം മനസ്സിലൂടെ കടന്നു പോകുന്ന കണ്ണീരിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ, അതിന് ഇപ്പോൾ പരിഹാരമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ദൈവശക്തി വന്ന് നിറയട്ടെ. ദൈവം കൂടെയുള്ള തോന്നലും അനുഭവം നൽകി അനുഗ്രഹിക്കണമേ. മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിനക്കിത് സംഭവിക്കും. നിന്റെ കാര്യത്തിൽ നിന്റെ കാര്യങ്ങൾ സാധിച്ചു തരും. ദൈവത്തിന് ശക്തിയുണ്ട്. ആ ഒരു ഉൾവിളി ഇപ്പോൾ കേൾക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം.